ഹായ് ഓൾ, ഹോപ്പ് യു ഓൾ ആർ ഗുഡ്. ഐ എം ഷാറൂഖ്. V4 സിവിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രോഗ്രാമും ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ STP പ്രോഗ്രാം എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ എന്താണ് STP പ്രോഗ്രാം എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ V4 സിവിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഹൈവേ എഞ്ചിനീയറിംഗ് പാർട്ട് 1 എന്ന് തലക്കെട്ടോട് കൂടിയ ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് എന്താണ്, ഓരോ ചാപ്റ്ററുകളാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ആ ടെലഗ്രാം ഗ്രൂപ്പിൽ പോയിട്ട് ആ ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിയിൽ തന്നെ യൂട്യൂബ് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കയറാൻ കഴിയും. ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഹൈവേ എഞ്ചിനീയറിംഗ് പാർട്ട് 1 എന്ന ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പം ഹൈവേ എഞ്ചിനീയറിംഗ് പാർട്ട് 1 എന്താണ്, അതിൽ ആ ഒരു പേപ്പറിൽ 10 ക്വസ്റ്റ്യനും 10 ചാപ്റ്ററുകളാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നിന്ന് ആ ഓരോ 10 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പോവുകയും അത് കഴിഞ്ഞ് അതിനോട് അനുബന്ധമായ ചാപ്റ്ററുകളിലെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകൾ പറഞ്ഞു പോകുന്ന രീതിയുമാണ് STP പ്രോഗ്രാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, which one of the following is chronological sequence in regards to formation of road developments in India? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പം IRC, NHAI, ജേഗർ കമ്മിറ്റി, മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇവയെല്ലാമാണ് ഓപ്ഷനുകളിൽ. അത് എല്ലാ ABCD എന്നുള്ളതിൽ ഷഫിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഈ IRC, NHAI, ജേഗർ കമ്മിറ്റി എന്നുള്ളതെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ചാപ്റ്ററായ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് റോഡ്സ് ഇൻ ഇന്ത്യയിലേക്ക് കടക്കുകയാണ്. അപ്പം റോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലോട്ട് കടക്കണം. അപ്പോൾ ചരിത്രത്തിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ലോകത്തിലെ ചരിത്രം എന്താണെന്ന് ആദ്യം പഠിക്കണം. ഓക്കെ, പയനീസ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റോമൻസിനെ നമ്മൾ ഓർക്കാതെ റോഡ് കൺസ്ട്രക്ഷനിലേക്ക് നമ്മൾ കടക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ പയനീസ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആരാണ്, റോമൻസ് ആണ് പയനീസ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ. അവരുണ്ടാക്കിയ ഫസ്റ്റ് റോഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ആപ്പിയൻ വേ, APPIAN. ആപ്പിയൻ വേ is the first road construction by Romans എന്ന് പറയുന്നത് ആപ്പിയൻ വേ ആണ്. ഓക്കെ, അപ്പോൾ ഈ റോമൻസിൻ്റെ റോഡ്സിന് കുറേ അപാകതകൾ ഉണ്ടായിരുന്നു. ആ ഒരു ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജുകളാക്കി ആര് വന്നു, ഫ്രഞ്ച്മാൻ ട്രെസിഗെ വന്നു. പിന്നെ ആര് വന്നു, മെറ്റ്കാഫ് വന്നു. മെറ്റ്കാഫ് ഒരു അന്ധനായിരുന്നു. പിന്നെ ആര് വന്നു, ടെൽഫോർഡ് വന്നു. പിന്നെ മെക്കാഡം വന്നു. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് ഉണ്ട്, മെത്തഡോളജീസ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻ വേൾഡ് പഠിക്കാൻ വേണ്ടി TM² എന്ന് പഠിച്ചാൽ മതി. ഫസ്റ്റ് താരം ട്രെസിഗെ, മെറ്റ്കാഫ്, പിന്നെ ടെൽഫോർഡ്, മെക്കാഡം. അപ്പോൾ TM² എന്ന് ഷോർട്ടായി പഠിച്ചാൽ മതി. അങ്ങനെ അത് കഴിഞ്ഞ് എന്തിലേക്ക് കിടക്കുകയാണ്, നമ്മൾ റോഡ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യയിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ റോഡ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ, CPWD, സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ ഫോം ചെയ്ത വേർഷൻ ഇയർ എന്ന് പറഞ്ഞാൽ 1854 ആണ്. പിന്നെ എന്തായി, ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റ്സ് ഇന്ത്യയിലെ റോഡ് ഡെവലപ്മെൻറ്റ്സും പ്ലാനിങ്ങിനും വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിൻ്റെ ചെയർമാനായിട്ട് ആരെ നിയമിച്ചു, ജേഗർ എന്നൊരാളെ നിയമിച്ചു. അതുകൊണ്ടാണ് ജേഗർ കമ്മിറ്റി എന്ന് അതിന് പേര് വന്നത്. അത് ഫോം ചെയ്തത് 1927 അവരെന്ത് ചെയ്തു, ജേഗർ കമ്മിറ്റി റിപ്പോർട്ട് എപ്പോഴാണ് കൊടുത്തത്, 1928 ജേഗർ കമ്മിറ്റി സബ്മിറ്റഡ് റിപ്പോർട്ട്. ഓക്കെ, അങ്ങനെ ആ റിപ്പോർട്ട് അനുസരിച്ച് കുറേ ഓർഗനൈസേഷനുകൾ രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ റോഡ് നിയമിക്കാൻ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് സെൻട്രൽ റോഡ് ഫണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഇയർ എന്ന് പറഞ്ഞാൽ 1929 ഓക്കെ, പിന്നെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷനൊക്കെ വേണ്ടി, റോഡിൻ്റെ കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷനൊക്കെ വേണ്ടി നിയമിച്ചു, സെൻട്രൽ റോഡ് ഓർഗനൈസേഷൻ നിയമിച്ചു 1930. പിന്നെ മൈൽ സ്റ്റോൺ ഓഫ് ജേഗർ കമ്മിറ്റി എന്ന് പറയുന്ന ഇന്ത്യൻ റോഡ് കോൺഗ്രസ് IRC in 1934. അപ്പം ഈ IRC കോഡ്സും എല്ലാം നിങ്ങൾ ഒരു ട്രാൻസ്പോർട്ട് എഞ്ചിനീയറിന് IRC കോഡ്സ് അറിയാതെ ഒരു ട്രാൻസ്പോർട്ട് എഞ്ചിനീയർ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, IRC 52, IRC 37, IRC 58 ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് കോഡ്സുകളാണ്. ഓക്കെ, പിന്നെ ആളുകൾ ട്രാഫിക്കിലെ നിയമങ്ങൾ തെറ്റിക്കാൻ തുടങ്ങിയപ്പോൾ ഗവൺമെൻറ് എന്തുകൊണ്ടെന്നു, മോട്ടോർ വെഹിക്കിൾ ആക്ട് in 1939. This is asked for AE exams. ഓക്കെ, പിന്നെ എന്ത് വന്നു, പിന്നെ ആദ്യത്തെ ഫസ്റ്റ് 20-year പ്ലാൻ എന്ന് പറയുന്നത് നാഗ്പൂർ റോഡ് പ്ലാൻ 1943 to 1963.
ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കും സെക്കൻഡ് 20 ഇയർ പ്ലാൻ എന്താണെന്ന് ചോദിക്കും. അപ്പം എന്ത് പറയും? ബോംബെ റോഡ് പ്ലാൻ. ഓക്കെ, ഇറ്റ്സ് ഫ്രം 1961 to 1981. തേർഡ് 20 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ലക്നൗ റോഡ് പ്ലാൻ. അത് ലക്നൗവിൽ നടന്നതുകൊണ്ടാണ് ലക്നൗ റോഡ് പ്ലാൻ എന്ന് പേര് വന്നത്. അതിൻ്റെ ഇയർ എന്ന് പറഞ്ഞാൽ 1981 to 2001 ആണ്. ഓക്കെ, പിന്നെ ഒരു റിസർച്ചിന് വേണ്ടി ഈ ജേഗർ കമ്മിറ്റിൻ്റെ ശുപാർശയിൽ തന്നെ റോഡിൻ്റെ ഒരു റിസർച്ചിന് വേണ്ടി സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1952 രൂപീകരിച്ചു. ഓക്കെ, ഞാൻ ഈ ടിക്ക് ചെയ്തതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് നോക്കി പോവുക. ഓക്കെ, അപ്പം ചില ബുക്സിലൊക്കെ 1952 എന്നുള്ളത് 1950 ആണ്, അത് തെറ്റാണ്. 1952 ആണ് കറക്റ്റ് ആൻസർ. പിന്നെ നാഷണൽ ഹൈവേ ആക്ട് 1956 വന്നു. നാഷണൽ ഹൈവേ ആക്ട് കെയിം ഇൻ ടു എഫക്റ്റ് 1957. പിന്നെ ബോർഡർ റോഡ്സിൻ്റെ ഓർഗനൈസേഷനും മെയിൻ്റനൻസിനും പ്ലാനിങ്ങിനുമായിട്ട് എന്ത് വന്നു? ബോർഡർ റോഡ് ഓർഗനൈസേഷൻ വന്നു 1960. പിന്നെ ഹൈവേ റിസർച്ച് ബോർഡ് വന്നു 1973. ആൻഡ് NHA നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻ 1988. ഓക്കെ, അങ്ങനെ ഈ ഒരു ഹിസ്റ്ററി ആൻഡ് റോഡ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള ഭാഗം ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോവാം. ഓക്കെ, വിച്ച് വൺ ഓഫ് ഫോളോയിങ് ഈസ് ക്രോണോളജിക്കൽ സീക്വൻസ് ഇൻ റിഗാർഡ്സ് ടു ഫോർമേഷൻ ഓഫ് റോഡ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? അപ്പം ഇതിലെ ഓപ്ഷൻ ഏതാണ്? നിങ്ങൾ ഓരോന്ന് നോക്കുക. ജേഗർ കമ്മിറ്റി എന്നാണ് ഫോം ചെയ്തത് 1927. IRC എന്നാണ് 1934. മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നാണ് 1939. NHA 1988. അപ്പോൾ ഇതിലേതാണ് ആൻസർ? B ഈസ് അവർ ആൻസർ, ബോക്സ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ കോൺക്രീറ്റ് റോഡ്സ് ഹൈറ്റ് ഓഫ് ക്രൗൺ പ്രൊവൈഡഡ് ഫോർ റോഡ് ഓഫ് വിഡ്ത്ത് 7 meter ഇൻ ഹെവി റെയിൻഫോൾ കണ്ടീഷൻ ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്, അതായത് ജോമെട്രിക് ഡിസൈനിലേക്ക് കിടക്കുകയാണ്. ജോമെട്രിക് ഡിസൈനിൽ എന്താണ്? ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ് എന്ന ഭാഗത്തിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഈ ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സിൽ പഠിക്കാനുള്ളത് എന്താണ്? പേയ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്, അതേപോലെ ക്യാമ്പർ പഠിക്കാനുണ്ട്, അൺഈവനെസ് പഠിക്കാനുണ്ട്, പിന്നെ മീഡിയൻ, കേർബ്സ്, അതേപോലെ ഷോൾഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ റോഡിലൂടെ കാണുന്നത്. ഇപ്പം ഇതൊരു പേയ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാണുന്ന കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ഡിസൈനൊക്കെയാണ് എന്ത്? ജോമെട്രിക് ഡിസൈൻ. അടിയിലുള്ള ഡിസൈനുകളാണ് ഈ ഒരു പേയ്മെൻറ്റിൻ്റെ അടിയിൽ നടക്കുന്ന ഡിസൈനുകളാണ് എന്ത്? പേയ്മെൻറ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജോമെട്രിക് ഡിസൈൻ എന്ന പോർഷനിലെ ക്യാമ്പർ, അതായത് ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ് എന്നുള്ളതിൽ ക്യാമ്പർ എന്നുള്ളതിലെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ കോൺക്രീറ്റ് റോഡ്സ് ഹൈറ്റ് ഓഫ് ക്രൗൺ പ്രൊവൈഡഡ് ഫോർ എ റോഡ് ഓഫ് വിഡ്ത്ത് 7 meter ഇൻ ഹെവി റെയിൻഫോൾ കണ്ടീഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ എന്തൊക്കെ കൊടുത്തിരുന്നു? ഹെവി റെയിൻഫോൾ കണ്ടീഷൻ ആൻഡ് കോൺക്രീറ്റ് റോഡ്സ് എന്ന് കൊടുത്തിരുന്നു. അപ്പോൾ കോൺക്രീറ്റ് റോഡ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമ്പർ എന്താണ്? സ്ട്രെയിറ്റ് ക്യാമ്പറാണ്. അതേപോലെ കോൺക്രീറ്റ് റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിജിഡ് പേയ്മെൻ്റ് ആണ്, സ്ട്രെയിറ്റ് ക്യാമ്പർ പ്രൊവൈഡ് ചെയ്യും. ഫ്ലെക്സിബിൾ പേയ്മെൻ്റ് ആണെങ്കിൽ എന്താണ്? പാരാബോളിക് ക്യാമ്പറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ അവിടെ എന്താ കൊടുത്തിന്? ഹെവി റെയിൻഫോൾ കണ്ടീഷൻ എന്ന് കൊടുത്തിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബോക്സിലോട്ട് വരികയാണ്. ദിസ് ഈസ് ക്യാമ്പർ പ്രൊവൈഡഡ് ഫോർ ഹെവി റെയിൻ ആൻഡ് ലൈറ്റ് റെയിൻ. സിമെൻറ്റ് കോൺക്രീറ്റ് റോഡാണ് ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, ഹെവി റെയിൻ. അപ്പോൾ എത്രയാണ് ക്യാമ്പർ പ്രൊവൈഡഡ്? ഷുഡ് ബി 2%. 2% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/100. ഓക്കെ, ഇപ്പോൾ 1/50 എന്ന് വരും. ഓക്കെ, നമ്മൾ സ്ട്രെയിറ്റ് ക്യാമ്പർ വരക്കുകയാണ്. ദിസ് ഈസ് സ്ട്രെയിറ്റ് ക്യാമ്പർ. ദിസ് ഈസ് അവർ ഹൈറ്റ് ഓഫ് ക്രൗൺ. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് W, വിഡ്ത്ത് ഓഫ് ക്യാമ്പർ, വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? W/2 എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഒരു ഗ്രേഡിയൻ ക്യാമ്പർ 1 in n, 1 vertical to n horizontal. അപ്പം 1 in n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? 1/50 ആണ്. ഓക്കെ, അപ്പം നമുക്ക് y ആണ് കാണേണ്ടത്. 1/n ഈസ് ഈക്വൽ ടു y/W/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1/50, 1/n എന്ന് പറഞ്ഞാൽ 1/50. ഈസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ y ആണ് നമുക്ക് കാണേണ്ടത്. W/2 എന്ന് പറഞ്ഞാൽ 7/2. ഓക്കെ,
7/2. ഓക്കെ, അപ്പോൾ ഈ y എന്നതിൽ എന്ത് കിട്ടും? ഇത് സോൾവ് ചെയ്യുമ്പോൾ y എന്നുള്ളത് എന്ത് കിട്ടും? 0.07 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇറ്റ്സ് ക്ലിയർ ഫ്രം ആൻസർ ഈസ് 7 സെൻറ്റിമീറ്റർ. 0.07 മീറ്റർ എന്ന് പറഞ്ഞാൽ 0.07 × 100. 1 മീറ്റർ ഈസ് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് ഇതിനോടനുബന്ധിച്ച് പഠിച്ചു പോകാം. ഓക്കെ, അപ്പം ഇവിടെ സർഫസ്, ഈ ഒരു ടേബിളിൽ സർഫസ് ടൈപ്പ് തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് റെയിൻ്റെ പാറ്റേൺ, ഹെവി റെയിൻ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് റെയിൻ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈ ടൈപ്പ് ബിറ്റുമിനസ് സർഫസ് ഓർ സിമെൻറ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ ഹെവി റെയിനിൽ നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്യും? 2% പ്രൊവൈഡ് ചെയ്യും. ലൈറ്റ് റെയിനിലാണെങ്കിൽ 1.7% പ്രൊവൈഡ് ചെയ്യും. പിന്നെ അടുത്തത് തിൻ ബിറ്റുമിനസ് സർഫസിങ്. ബിറ്റുമിനസ് സർഫസോട് കൂടിയുള്ള റോഡ്സ് ആണെങ്കിൽ ഹെവി റെയിനിൽ നമ്മൾ 2.5% പ്രൊവൈഡ് ചെയ്യും ക്യാമ്പർ. ലൈറ്റ് റെയിൻ ആണെങ്കിൽ 2% പ്രൊവൈഡ് ചെയ്യും. പിന്നെ വാട്ടർ ബൗണ്ടഡ്, ഇറ്റ്സ് ബൗണ്ടഡ്. ഓക്കെ, വാട്ടർ ബൗണ്ട് മെക്കാഡം ഇൻ ഓർ ഗ്രാവൽ റോഡ്സ് ആണെങ്കിൽ നമ്മൾ ഹെവി റെയിനിൽ 3% പ്രൊവൈഡ് ചെയ്യും. ലൈറ്റ് റെയിനിലാണെങ്കിൽ 2.5% പ്രൊവൈഡ് ചെയ്യും. പിന്നെ എർത്തേൺ റോഡ്സിലാണെങ്കിൽ ഹെവി റെയിൻ 4% പ്രൊവൈഡ് ചെയ്യും, 3% പ്രൊവൈഡ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടേബിളാണ്. ഇതിൽ 2.5% എസ്റ്റിന് ഈ എക്സാംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കെന്ത് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ ലിസ്റ്റഡ് ബിലോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇത് ക്വസ്റ്റ്യൻ ഈസ് ഓൺ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ എന്താണ്? ജോമെട്രിക് ഡിസൈനിലെ അടുത്ത ചാപ്റ്ററിലായി സൈഡ് ഡിസ്റ്റൻസ് എന്ന പോർഷനിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് -2 SST. മിനിമം വാല്യൂ ഓഫ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് SST. മിനിമം SST ഫോർ 2 lanes 2-way traffic is 2 times SST. മിനിമം SST ഫോർ 1 lane 2-way traffic is 2 times SST എന്നുള്ളതാണ് ഓപ്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്താണ്? ആസ് പെർ IRC തന്നെ എന്താണെന്ന് പറയാം. ഓക്കെ, നമ്മളൊരു വെഹിക്കിൾ എടുത്ത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ റോഡിലൂടെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു 15 സെൻറ്റിമീറ്ററുള്ള ഒബ്ജക്റ്റ് പ്രത്യക്ഷപ്പെട്ടു. 15 സെൻറ്റിമീറ്ററുള്ള ഒബ്ജക്റ്റ് പ്രത്യക്ഷപ്പെടുകയും നമ്മുടെ കണ്ണിൻ്റെ ലെവൽ, പേയ്മെൻറ്റിൻ്റെ ടോപ്പിൽ നിന്ന് കണ്ണിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണെന്ന് കൺസിഡർ ചെയ്യാം. ആസ് പെർ IRC ആണ് ഈ 1.2 and 0.15 മീറ്റർ എന്നുള്ള വാല്യൂ. അതായത് 0.15 മീറ്റർ എന്നാൽ 15 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് കണ്ടത് മുതൽ ആ ഒരു ഒബ്ജക്റ്റിലേക്ക് കൊളീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഞ്ചരിച്ച ദൂരമാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക, നിങ്ങൾ റോഡിലൂടെ പോവുകയാണ്, ഒരു വാഹനം എടുത്ത് റോഡിലൂടെ പോവുകയാണെങ്കിൽ 15 സെൻറ്റിമീറ്ററിലൊരു ഒബ്ജക്റ്റ് നിങ്ങളെ കണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എന്താണ്? അത് പെർസീവ് ചെയ്തു. ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പെർസീവ് ചെയ്തിട്ട് നിങ്ങൾ ബ്രെയിനിലോട്ടൊരു മെസ്സേജ് അയച്ചു. ബ്രെയിനിലോട്ട് എന്ത് മെസ്സേജ് അയച്ചു? ഞാനൊരു ഒബ്ജക്റ്റിനെ കണ്ടിട്ടുണ്ട്, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ബ്രെയിനിനോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ബ്രെയിന് ആ ഒരു സിറ്റുവേഷൻ്റെ അപാകതകൾ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡേഞ്ചറസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം അവിടെ എന്ത് വന്നു? P ഈസ് ഫോർ പെർസെപ്ഷൻ, I ഈസ് ഫോർ ഇൻ്റലക്ഷൻ. ദെൻ ആ ഇൻ്റലക്ഷൻ്റെ കൂടെ തന്നെ ഇമോഷൻ എന്നൊരാളും കൂടി വന്നു. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ എത്രത്തോളം ഇമോഷണലി വീക്കാണ്, അല്ലെങ്കിൽ ഒരാൾ ഇമോഷണലി വീക്കാണെങ്കിൽ സ്വാഭാവികമായി എന്താണ്? ആ ഒരു ബ്രെയിനിന് തിരിച്ച് ഒരു റെസ്പോൺസ് അയക്കാനുള്ള സമയം കൂടും. ഓക്കെ, അപ്പോൾ ഇമോഷൻ എന്നുള്ള ഒരാൾ വന്നു, PIE. പിന്നെ വൊളിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എല്ലാത്തിൻ്റെയും ഒരു ആക്ഷൻ, അതായത് ബ്രേക്ക് ചവിട്ടണമെന്ന് ബ്രെയിന് നമുക്ക് തിരിച്ച് തരുന്നൊരു റെസ്പോൺസ് ആണ് എന്ത്? വൊളിഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ വൊളിഷൻ എന്താണ്? നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു ടൈമാണ്, ഇതിനു വേണ്ടിയുള്ള ടൈമാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ ടൈം സ്റ്റഡി ചെയ്യാൻ എന്ത് തിയറി വെച്ച്? PIEV തിയറി വെച്ചാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഈ ടോട്ടൽ റിയാക്ഷൻ ടൈമിൽ സഞ്ചരിച്ച ദൂരമാണ് എന്ത്? ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ്? വണ്ടി കുറച്ചും കൂടി നീങ്ങി, അതായത് കൊളീഷൻ ഒഴിവാക്കാൻ വേണ്ടി വണ്ടി സ്വാഭാവികമായിട്ടും ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചും കൂടി നീങ്ങും. അതാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി സമ്മേഷൻ ഓഫ് ലാഗ് ഡിസ്റ്റൻസ് ആൻഡ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് സമ്മേഷൻ ഓഫ് ലാഗ് ഡിസ്റ്റൻസ് ആൻഡ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പം ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഗ് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിൻ്റെ കാൽക്കുലേഷൻ അങ്ങനെയാണ്, വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഞാൻ ഈ ഒരു ടേം എങ്ങനെ വന്നതെന്ന് പറയാൻ പോകുന്നത് 0.278 v ഇൻറ്റു ടി. ഓക്കെ, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാഗ് ഡിസ്റ്റൻസ് എന്ന v ഇൻറ്റു ടി. ഓക്കെ, v എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്, ടൈം ഇൻ സെക്കൻഡ്. ഓക്കെ, അപ്പം ഈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ റിയാക്ഷൻ ടൈമാണ്. ഈ ഒരു PIV തിയറി പ്രകാരം ടോട്ടൽ റിയാക്ഷൻ ടൈം ആസ് പെർ IRC ഈസ് 2.5 സെക്കൻഡ്. ഓക്കെ, ടി ഈസ് ആസ് പെർ IRC 2.5 സെക്കൻഡ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മീറ്റർ പെർ സെക്കൻഡ് എന്താണ്? കിലോമീറ്റർ പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? കിലോമീറ്റർ പെർ ഹവറിലാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റർ പെർ ഹവറിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? കിലോമീറ്റർ പെർ ഹവർ ഇൻറ്റു 5/18 ഈസ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഈ സ്മോൾ വി, അതായത് നമ്മൾ ഈ ഒരു VT എന്നുള്ളത്, അതായത് ലാഗ് ഡിസ്റ്റൻസിലെ VT എന്നുള്ളത് നമ്മൾ ആദ്യം സ്മോൾ വി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ V എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിലാണ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ക്യാപിറ്റൽ വിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? 5/18 ക്യാപിറ്റൽ V എന്നുള്ളതാണ്. അപ്പോൾ 5/18 എന്നുള്ള വാല്യൂ ആണ് 0.278 v ഇൻറ്റു ടി എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഭാഗം എന്നോട് കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ 0.278 എന്നുള്ള ടേം വന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ലാഗ് ഡിസ്റ്റൻസ് എന്നുള്ള പോർഷൻ കഴിഞ്ഞ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസിൻ്റെ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വന്നത് എന്നുള്ള വെച്ചാൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്നുള്ളതിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ് v²/2gf എന്നുള്ളത്. ഓക്കെ, v²/2gf. v is speed of vehicle, g is acceleration due to gravity, f എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ f എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ആസ് പെർ IRC ലോഞ്ചിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.35 to 0.4. ഓക്കെ, അപ്പോൾ അവിടെ വേറൊരു ക്വസ്റ്റ്യൻ വന്നു, വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആസ് പെർ IRC എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സ്മോൾ വി, അതായത് v²/2gf എന്ന് പറഞ്ഞാൽ v എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ ഈ സ്മോൾ വിനെ ക്യാപിറ്റൽ V, അതായത് കിലോമീറ്റർ പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? 5/18 ക്യാപിറ്റൽ V ഹോൾ സ്ക്വയർ ബൈ 2gf എന്ന് പറയും. ജിൻ്റെ വാല്യൂ 9.81 കൊടുത്താൽ എന്ത് കിട്ടും? ഈ v²/254f എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. അതിലെ V എന്താണ്? കിലോമീറ്റർ പെർ ഹവറിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ഇൻ ലിസ്റ്റഡ് ബിലോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് എന്താ? ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് കൊടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം, പിന്നെ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്താണ്? അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്? നമ്മളൊരു ലൈനിലൂടെ പോവുകയാണ്. അപ്പോൾ ആ ലൈനിലൂടെ പോകുമ്പോൾ നമ്മളെ മുമ്പിലൊരു സ്ലോ മൂവിങ് വെഹിക്കിൾ പോകുന്നുണ്ട്. സ്ലോ മൂവിങ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ട്രക്കിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ സെയിം ലൈനിലേക്ക് ഈ ട്രക്കിൻ്റെ മുമ്പിൽ എത്തണം. അതാണ് ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ. അപ്പോൾ നമ്മളെന്താണ് ഈ ഓവർടേക്ക് ചെയ്യുമ്പം നമ്മളെ കുറുകെ വരുന്ന വണ്ടി, അതായത് ഓപ്പോസിറ്റ് ലൈനിൽ ഓപ്പോസിറ്റ് വേയിലൂടെ വരുന്ന വണ്ടിയുടെ വെലോസിറ്റി നമ്മൾ കുറക്കാതെ ഈ ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ സെയിം ട്രാക്കിൽ എത്തണം. ആ ഒരു ഡിസ്റ്റൻസിനാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത് 5 OSTയും മിനിമം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ ഓവർടേക്കിംഗ് സോൺ എന്ന് പറഞ്ഞാൽ 3 OSTയുമാണ്. ഓക്കെ, അത് നോട്ട് ചെയ്യുക. പിന്നെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു തിയറി ഉണ്ട്, അതിൽ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത് ഞാൻ പറ്റുകയാണെങ്കിൽ വരും ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ സമയമുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഈ ഒരു ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എപ്പോഴും എല്ലാ കണ്ടീഷനിലും നമുക്ക് ഈ ഒരു ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ IRCയിൽ പറയുന്നുണ്ട് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസിൽ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഒൺലി ഓവർടേക്ക് വിത്ത് കോഷൻ എന്ന് പറയേണ്ടത്, അതായത് കോഷനോട് കൂടി മാത്രമേ നമ്മൾ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഈ ഒരു ISTയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 2 times സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡ് ഓപ്ഷനിൽ എന്താണ്? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്?
നമ്മൾ രാത്രിയിൽ വാഹനം ഓട്ടി പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് ഹെഡ്ലൈറ്റ് ഓൺ ആക്കും. അപ്പം ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആസ് പെർ IRC എത്രയാണ്? 75 സെൻറ്റിമീറ്റർ ആണ്, 0.75 മീറ്റർ ആണ്. ആ ഒരു ഹെഡ്ലൈറ്റ് മുഖേന മുമ്പിലോട്ട് നമ്മൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്. മുമ്പിലൊക്കെ എത്ര ഒരു ആംഗിളിലാണ് ആ ഒരു ഹെഡ്ലൈറ്റ് മുഖേന നമുക്ക് കാണുക എന്നുള്ളതുണ്ട്. ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ് ആസ് പെർ IRC. 1 ഡിഗ്രി ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 0.75 മീറ്റർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നു, നിങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ പറയുന്നത് ഓരോ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ മുന്നിൽ കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ടാണ് നോട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്ത് വന്നു? 0.75 മീറ്റർ. അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ വണ്ടി സഞ്ചരിക്കുകയാണ്, അപ്പം ഹെഡ്ലൈറ്റ് ഓൺ ആക്കും. അങ്ങനെ രാത്രി കാലങ്ങളിൽ ഒരു വാലി കർവിലൂടെ നമ്മൾ വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ വാലി കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഒരു ഡൗൺ ഗ്രേഡിയൻ വരും, ഫോളോഡ് ബൈ ആൻ അപ്പ് ഗ്രേഡിയൻ. ഇറ്റ്സ് വാലി കർവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹെഡ്ലൈറ്റ് ഓൺ ആക്കി. അപ്പം ആ ഹെഡ്ലൈറ്റ് മുഖേന നമ്മൾ കാണുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ 0.75 മീറ്ററിലെ ഹൈറ്റിലുള്ള ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ മുമ്പിൽ എത്ര റോഡ് വിസിബിൾ ആണ്, അതാണ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ മിനിമം വാല്യൂ എന്താണ്? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു HST ഈസ് ഈക്വൽ ടു SST. മിനിമം വാല്യൂ ഓഫ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് SST. ഓക്കെ, അത് നോട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ C ഓപ്ഷൻ, മിനിമം SST ഫോർ 2 lanes 2-way ട്രാഫിക് ഈസ് 2 times SST എന്നുള്ളതാണ് ഓപ്ഷൻ. D ഓപ്ഷൻ, മിനിമം SST ഫോർ 1 line 2-way ട്രാഫിക് ഈസ് 2 times SST എന്നുള്ളതാണ് D ഓപ്ഷൻ. ഓക്കെ, അപ്പം മിനിമം സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് 2 ലൈൻ 2-way ട്രാഫിക് ആണെങ്കിൽ മിനിമം സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് C ഓപ്ഷൻ. ഇറ്റ് ഈസ് SST, നോട്ട് 2 times SST, ഇറ്റ് ഈസ് SST ആണ്. ഓക്കെ, പിന്നെ D ഓപ്ഷൻ, മിനിമം SST ഫോർ 1 line 2-way ട്രാഫിക് ആണെങ്കിൽ, ഒരു ലൈനും 2-way ട്രാഫിക് ആണെങ്കിൽ എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്നുള്ളത്? അപ്പോൾ എന്ത് വരും? 2 times സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് വരും. അപ്പോൾ ഇതിലെ ഓപ്ഷൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻ ഈസ് C. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ്? നമ്മൾ 4th ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. 4th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 4th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ കർവിനോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ റിക്വയർമെൻറ്റ് ഫോർ ദി ഡിസൈൻ ഓഫ് എ ട്രാൻസിഷൻ കർവ് ഫോർ എ ഹൈവേ സിസ്റ്റം? ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ കർവ് എന്ന ടോപ്പിക്കിലോട്ട് കടക്കാം. ട്രാൻസിഷൻ കർവ്. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിഷൻ കർവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സർക്കുലർ കർവ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും ഈ ഒരു സർക്കുലർ കർവിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ദിസ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ, ദിസ് ഈസ് സർക്കുലർ കർവ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. R ഈസ് ഇൻഫിനിറ്റി. സ്വാഭാവികമായിട്ടും R ഈസ് ഇൻഫിനിറ്റി. സർക്കുലർ കർവിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരു R വാല്യൂ. അപ്പോൾ റേഡിയസ് ചേഞ്ചസ് ഫ്രം ഇൻഫിനിറ്റി ടു റേഡിയസ് ഇൻ എ ട്രാൻസിഷൻ കർവ് എന്ന് പറയാം. പിന്നെ ഈ ട്രാൻസിഷൻ കർവിനെ കൊണ്ട് ഗ്രാജ്വലി ഒരു എന്താണ്? ഒരു എക്സ്ട്രാ വൈഡനിങ്, അല്ലെങ്കിൽ ഈ ഒരു സർക്കുലർ കർവ് എത്തുമ്പോൾ എക്സ്ട്രാ വൈഡനിങ് അല്ലെങ്കിൽ ഒരു സൂപ്പർ എലവേഷൻ ഗ്രാജ്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് ഈ ട്രാൻസിഷൻ കർവിനെ കൊണ്ട് ഉള്ളൊരു ഉപകാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ്? നമുക്ക് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കാണാം. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്. അപ്പോൾ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കാണാനുള്ള ഫസ്റ്റ് മെത്തേഡ്, 3 മെത്തേഡ് ഉണ്ട്. ഈ 3 മെത്തേഡിൻ്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. അതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവാണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺ ദി ബേസിസ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് C, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ ആണ് ഫസ്റ്റ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ വൈൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഈസ് V³/CR. ഞാൻ എപ്പോഴും മീറ്റർ പെർ സെക്കൻഡിലുള്ള വെലോസിറ്റി സ്മോൾ v ആയിട്ടാണ് എടുക്കുക. നിങ്ങൾ നോട്ട് ചെയ്യുക, ദിസ് ഈസ് സ്മോൾ v. ഓക്കെ, V³/CR. അപ്പോൾ C എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ. C എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ ആണ്. അപ്പോൾ Cൻ്റെ വാല്യൂ എങ്ങനെ കാണുക? 80/75 പ്ലസ് ഇറ്റ്സ് ക്യാപിറ്റൽ V, നോട്ട് ദി പോയിന്റ്, ക്യാപിറ്റൽ V. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ V എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പെർ ഹവർ, V എന്ന് പറഞ്ഞാൽ
എന്താണ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതിൽ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി കർവ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ടേബിളേഷൻ. അപ്പോൾ ഈ സീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ലിമിറ്റഡ് ആണ്. സീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0.5 ആൻഡ് 0.58. ദാറ്റ് ഈസ് സി ഈസ് ഗ്രേറ്റർ ദാൻ 0.5 ആൻഡ് സി ഈസ് ലെസ് ദാൻ 0.8 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡ് മെത്തേഡ്. വാട്ട് ഈസ് സെക്കൻഡ് മെത്തേഡ്? ഓൺ ദി ബേസിസ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സൂപ്പർ എലവേഷൻ ആണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂപ്പർ എലവേഷൻ എന്നുള്ള സാധനം നമ്മൾ എങ്ങനെയൊക്കെയാണ് അറ്റൈൻ ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം സൂപ്പർ എലവേഷൻ എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് അറ്റൈൻ ചെയ്യുക? സൂപ്പർ എലവേഷൻ അറ്റൈൻ ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞു ട്രാൻസിഷൻ കർവ് എന്നുള്ളത് എന്താണ്. ട്രാൻസിഷൻ കർവ് എന്നുള്ളത് ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരും, പിന്നെ ട്രാൻസിഷൻ കർവ് വരും, പിന്നെ സർക്കുലർ കർവ് വരും. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട് അറ്റൈൻമെൻറ്റ് ഓഫ് സൂപ്പർ എലവേഷൻ. ആദ്യം പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ഓഫ് ക്രൗൺ, പിന്നെ റൊട്ടേഷൻ ഓഫ് പേയ്മെൻറ്റും ആണ്. ഓക്കെ, അപ്പം ഷിഫ്റ്റിംഗ് ഓഫ് ക്രൗൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രൗണിനെ ഷിഫ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഷിഫ്റ്റിംഗ് ഓഫ് ക്രൗൺ എന്ന് പറയുന്നത്. അതിനും ഒരു തിയറി ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബൾക്കായിരിക്കും. അത് ഞാൻ വരുന്ന ടോപ്പിക്സിൽ പറഞ്ഞു തരാം. ഓക്കെ, വരുന്ന ക്ലാസ്സുകളിൽ സമയമുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എന്താണ്, സെക്കൻഡ് മെത്തേഡ് ആയിട്ടില്ല, റൊട്ടേഷൻ ഓഫ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ റൊട്ടേഷൻ ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയൊക്കെ നമുക്ക് സാധ്യമാക്കാം? റൊട്ടേഷൻ ഓഫ് പേയ്മെൻറ്റ്, ഇഫ് ദിസ് ഈസ് ദി പേയ്മെൻറ്റ്, റൊട്ടേഷൻ ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയൊക്കെ സാധ്യമാക്കാം? ഇവിടെ നിന്ന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതായത് റൊട്ടേഷൻ അബൌട്ട് സെൻട്രൽ ലൈൻ ആൻഡ് നമുക്ക് ഇവിടെ നിന്നും റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേഷൻ അബൌട്ട് സെൻട്രൽ ലൈൻ ആൻഡ് റൊട്ടേഷൻ അബൌട്ട് എഡ്ജ് എന്ന് പറയും. ഓക്കെ, അപ്പം സെക്കൻഡ് മെത്തേഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സൂപ്പർ എലവേഷൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇഫ് പേയ്മെൻറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ഔട്ടർ എഡ്ജ്, ഇഫ് പേയ്മെൻറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് എഡ്ജ് എന്ന് പറയാം. ഓക്കെ, റൊട്ടേറ്റഡ് അബൌട്ട് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൂപ്പർ എലവേഷൻ സാധ്യമായി. സൂപ്പർ എലവേഷൻ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ x/y ആണ് സൂപ്പർ എലവേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പം സൂപ്പർ എലവേഷൻ സാധ്യമായി. അപ്പം ഈ ഒരു മെത്തേഡ് വൈറ്റ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത് എന്താണ്? EN/W + WE എന്ന് പറയാം. ഓക്കെ, EN+W + WE. അപ്പോൾ E എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ എലവേഷൻ. N എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സൂപ്പർ എലവേഷൻ. ഇഫ് 1/20 ആണെങ്കിൽ എന്താണ്? N എന്ന് പറഞ്ഞാൽ 120 എന്ന് വരും. ഓക്കെ, W എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റ് WE എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വൈഡനിങ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ വൈഡനിങ് ഏതൊക്കെ ടൈപ്പ് എക്സ്ട്രാ വൈഡനിങ് ഉണ്ട്? ഒന്ന് മെക്കാനിക്കൽ വൈഡനിങ് ഡ്യൂ ടു ഓഫ് ട്രാക്കിംഗ് ആൻഡ് സൈക്കോളജിക്കൽ വൈഡനിങ്. സൈക്കോളജിക്കൽ വൈഡനിങ് ഈസ് എന്തിനാണ്? എക്സ്ട്രാ പ്രൊവിഷൻ. അതായത് ഹൈ സ്പീഡ് വെഹിക്കിളൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഷോൾഡേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു പ്രൊവിഷനായിട്ട് നമ്മൾ എന്താണ് പേയ്മെൻറ്റ് കുറച്ച് വിടുത്ത് കൂട്ടും. അതാണ് സൈക്കോളജിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത്. V/9.5 √R ഈ സൈക്കോളജിക്കൽ വൈഡനിങ്. അവിടുത്തെ V എന്താണ്? km/h. മെക്കാനിക്കൽ വൈഡനിങ്ങിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഞാൻ പറഞ്ഞു റൊട്ടേഷൻ അബൌട്ട് സെൻട്രൽ ലൈൻ. ഓക്കെ, റൊട്ടേഷൻ അബൌട്ട് സെൻട്രൽ ലൈൻ എന്നുള്ള ചെയ്താൽ എന്താണ് പ്രശ്നം? റൊട്ടേഷൻ അബൌട്ട് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം വരികയാണെങ്കിൽ ഇവിടെ കെട്ടി നിൽക്കും. ഓക്കെ, അപ്പോൾ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം വരും. അപ്പോൾ ദിസ് ക്യാൻ ബി ഓൺലി യൂസ് ഇൻ മൗണ്ടൈനസ് ടെറൈൻ. റോളിംഗ് ടെറൈൻ ഒരു പ്ലെയിൻ ടെറൈനിൽ നമുക്ക് എന്ത് റൊട്ടേഷൻ അബൌട്ട് സെൻട്രൽ ലൈൻ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ റൊട്ടേഷൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കുന്ന മണ്ണ് നമുക്ക് എന്താണ് ഇവിടെ ഫില്ല് ചെയ്യാം. അപ്പം എന്താണ് എക്കണോമിക്കലാണ്. നേരെ മറിച്ച് ഇതോ, അതായത് റൊട്ടേഷൻ അബൌട്ട് എഡ്ജ് എന്ന് പറയുന്നത് എന്താണ് അൺഎക്കണോമിക്കലാണ്. പക്ഷേ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം ഇവിടെ വരുന്നില്ല. അപ്പം ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ. ഓക്കെ, ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ. അപ്പം ഈ റൊട്ടേഷൻ അബൌട്ട് സെൻട്രൽ ലൈൻ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എന്താണ്? LS ഈസ് ഈക്വൽ ടു EN/W + WE/2 എന്നുള്ളതാണ് എന്ത് ഇതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇനി തേർഡ് മെത്തേഡ്. ഓക്കെ, ഇതൊന്നും എല്ലാവരും നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതൊന്ന് റബ്ബ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് centrifugal accelerator. Second method is rate of change of super elevation. Then there is third method is empirical formula as per IRC. Okay, അപ്പോൾ empirical formula എന്താണ്? empirical formula for length of transition curve for plane and
റോളിംഗ് ടെറൈൻ എന്ന് പറയുന്നത് 35v²/r ആണ്. ഇവിടെ v എന്ന് പറയുന്നത് സ്മോൾ v ഈസ് മീറ്റർ/സെക്കൻഡ്. ഇതിനെ km/hലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് 2.7 v²/r ആണ്. ദിസ് ഈസ് ക്യാപിറ്റൽ V. ഓക്കെ. അപ്പം 335 v²/r ആൻഡ് 2.7 v²/r. നമ്മൾ ഈ ഒരു വാല്യൂസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം ലെങ്ത് ഏതാണ് കിട്ടുകയാണ് അതാണ് നമ്മൾ എവിടെ പ്രൊവൈഡ് ചെയ്യുക, ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് മാക്സിമം ഓഫ് ദീസ് 3 വാല്യൂ. ഓക്കെ. അപ്പോൾ ഇനി തേർഡിൽ ഒരു വാല്യൂ കൂടി ഉണ്ട്. അതായത് ഞാൻ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനാണ് പറയുന്നത്. മൗണ്ടൈനീസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ വരിക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആൻസർ ചെയ്യുക. അവരെ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ മെൻഷൻ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പം എന്ത് പറഞ്ഞു, 1, 2, 3, 4 നമ്മൾ 4 ചാപ്റ്റേഴ്സ് നോക്കി. ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് റോഡ്, ജോമെട്രിക് ഡിസൈനിലോട്ട് കടന്നു, ക്യാമ്പർ നോക്കി, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് നോക്കി, ട്രാൻസിഷൻ കർവ് നോക്കി. അപ്പോൾ ഇനി 5, 6, 7, 8 പ്രോബ്ലംസ് എല്ലാം കയറി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേത് അധികം തിയറിയാണ് വന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് നോക്കും, 5, 6, 7, 8, 9, 10 എന്നുള്ള ക്വസ്റ്റ്യനും അതിനോട് ആസ്പദമാക്കിയുള്ള കൺസെപ്റ്റുകളും പഠിച്ചു പോകും. അപ്പം എല്ലാവരും അടുത്ത ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ കാണുക. ഞങ്ങളിടുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ സോൾവ് ചെയ്തിട്ട് വേണം ഈ ക്ലാസ്സുകളിലോട്ട് കിടക്കാൻ. അപ്പം ബെസ്റ്റ് വിഷസ് ഫോർ യുവർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് എക്സാംസ് ആൻഡ് താങ്ക് യു.